الحمد لله الواحد القهار العزيز الغفار مكفر الليل على النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു വർഷത്തിലെ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. മരണം വരെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 13 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലുമായി 23 വർഷ കാലഘട്ടത്തിലൂടെ ലോകത്തിൻ്റെ തിരുദൂതർക്ക് അല്ലാഹു തആല മുഅ്ജിസത്തായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് ഇറങ്ങിയ മാസമാണ് റമദാൻ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് കൃത്യമായി രണ്ടാമത്തെ സൂറത്തിലൂടെ രണ്ടാമത്തെ ആയത്തിലൂടെ തന്നെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പഠിപ്പിക്കുകയാണ്.
അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു അതാകുന്ന വേദഗ്രന്ഥം ലാ റൈബ ഫീഹി അതിൽ യാതൊരു സംശയവുമില്ല, സംശയിക്കേണ്ടതില്ല. അല്ലയോ മനുഷ്യരെ, ഒന്ന് നന്നാവണം, ജീവിതത്തെ ഒന്ന് നന്നാക്കണം, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ, ലാ റൈബ ഫീഹി നിങ്ങൾ സംശയിക്കണ്ട. അതുതന്നെയാണ് വേദഗ്രന്ഥം ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സത്യവിശ്വാസികൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് അതാ നന്മയിലേക്കും സ്വർഗത്തിലേക്കും മാർഗം കാണിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അതുതന്നെയാണ്. ആ ഗ്രന്ഥം ഇറങ്ങിയ മാസമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാൻ. നോക്കൂ, പ്രവാചകന്റെ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കാൻ റമദാനിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തിനാ? ലശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം അതാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യർക്കതാ മാർഗദർശനവും സത്യാസത്യ വിവേചനമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിൽ ആര് ഹാജറുണ്ടോ അവര് ആ മാസം നോമ്പെടുക്കണം എന്നാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയ മാസമായതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? അതിനെ റമദാനിനെ അതിനു വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ നോമ്പ് നിർബന്ധമാക്കാൻ കാരണം തന്നെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനാണെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു മാസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധത്രയാണ്. അല്ലെ, 2 നോമ്പ് തമ്മിൽ നിന്ന് വിട പറയുകയാണ്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ 2ാമത്തെ നോമ്പ് നമ്മൾ ഇന്ന് പൂർത്തിയാക്കും. എത്ര പേജ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതി. ഇപ്പോഴുള്ള നമ്മുടെ ഈ പാരായണം തുടർന്നു പോയാൽ ഈ റമദാൻ മാസം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ ഖുർആൻ ഓതി തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ ആലോചിക്കുക. എത്ര സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. എത്ര കാലമായില്ലേ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. എത്ര സൂറത്തുകൾ പ്രിയമുള്ളവർ നമ്മൾ മനപ്പാടാക്കി. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉണർത്തേണ്ടതുണ്ട്. ഖുർആനുമായി കൂടുതൽ അടുക്കാൻ ഈ ഒരു മാസത്തിൽ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് അല്ലാഹു തആല ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? ഖുർആൻ അത് റൂഹാണെന്ന്. എന്താ റൂഹ് എന്ന് പറഞ്ഞാൽ? ആത്മാവാണ്. ആത്മാവാണ് വിശുദ്ധ ഖുർആൻ. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. വകദാലിക അപ്രകാരമതാ ഔഹൈനാ നാം വഹി നൽകിയിരിക്കുകയാണ് ഇലൈക നിന്നിലേക്ക് റൂഹൻ മിൻ അംരിനാ. റൂഹൻ മിൻ അംരിനാ എന്നാണ് അത് അല്ലേ. ആത്മാവിനെ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു? അള്ളാഹു വഹിയായി നൽകി എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കണം എന്താണെന്ന് അറിയും? വഹുവ ഹാദൽ ഖുർആൻ, ഖുർആനുൽ കരീം. അത് ഈ പറയപ്പെട്ട റൂഹ് എന്ന് പറയപ്പെട്ട എന്താണ്? അത് വിശുദ്ധ ഖുർആനിനെയാണ്. സമ്മാഹു റൂഹ, അള്ളാഹു ആ ഖുർആനിനെ വിളിച്ചത് എന്താണ്? റൂഹ് എന്നാണ്, ആത്മാവ് എന്നാണ് അള്ളാഹ് വിളിച്ചത്. അതിന് കാരണം എന്താ? ലിഅന്ന റൂഹ യുഹ്യാ ബിഹിൽ ജസദു വൽ ഖുർആനു തുഹ്യാ ബിഹിൽ ഖുലൂബു വൽ അർവാഹ് വതുഹ്യാ ബിഹി മസാലിഹുദ് ദുനിയാ വദ്ദീൻ ലിമാ ഫീഹി മിനൽ ഖൈരിൽ കസീരി വൽ ഇൽമിൽ അസീർ. ആത്മാവ് കൊണ്ടാണ് എന്ത് ചെയ്യുക? ആത്മാവ് കൊണ്ടാണ് ശരീരത്തിന് ജീവൻ കിട്ടുന്നത്.
ഖുർആൻ ഹൃദയങ്ങളെയും ആത്മാക്കളെയും പ്രിയമുള്ളവരെ ജീവിപ്പിക്കുന്നു എന്നാണ്. ഖുർആനിലുള്ള എണ്ണമറ്റ നന്മകളും അറിവും കാരണത്താൽ ഇഹപര ലോകങ്ങളുടെ കാര്യങ്ങൾക്ക് അഥവാ രണ്ട് ലോകത്തെ കാര്യങ്ങൾക്കും ആ ഖുർആൻ കൊണ്ട് ഉണർവ് കിട്ടുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ റൂഹ്, ആത്മാവ് എന്ന് വിളിക്കാനുള്ള കാരണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനയായ ആ ചൈതന്യമെന്ന് വിശേഷിപ്പിച്ച ഈ ഖുർആൻ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്നെങ്കിലും ജീവൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് നോക്കൂ നിങ്ങൾ, രണ്ടാമത് അല്ലാഹു തആല ഖുർആൻ നൽകിയ മറ്റൊരു വിശേഷണം എന്ത്? വിശുദ്ധ ഖുർആൻ അത് പ്രകാശമാണ്, അത് നൂറാണ്, വെളിച്ചമാണ്. മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. കിതാബാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്കറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറാ, നാം അതിനെ അതാ നിനക്ക് നൂറായി പ്രകാശമായി നൽകിയിരിക്കുകയാണ്, പ്രകാശമാക്കിയിരിക്കുകയാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ആ പ്രകാശം കൊണ്ട് നാം ഹിദായത്ത് കൊടുക്കും. അഥവാ സർവ ലോകരെയും നന്മയിലേക്ക് നയിക്കുന്ന പ്രകാശമാണിത് വിശുദ്ധ ഖുർആൻ. ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് പ്രകാശമാണ് ഖുർആൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരങ്ങൾ അകറ്റി, നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ അകറ്റി അതിനെ വെളിച്ചമുള്ളതാക്കാൻ ഈ ഖുർആൻ കൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോയെന്ന് നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തെ വിശേഷണം എന്താണെന്നറിയും? മൂന്നാമതായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് അത് രോഗത്തിന് ശമനാണ്. ഖുർആൻ രോഗങ്ങൾക്ക് ശമനമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിൻ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മനുഷ്യരെ, നിങ്ങൾ റബ്ബിൽ നിന്നതാ നിങ്ങൾക്ക് സതുപദേശവും ഹൃദയ രോഗങ്ങൾക്ക് ശമനവും വന്നിട്ടുണ്ട്. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശമനാണിത് ഖുർആൻ. അഥവാ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിലുണ്ട്. ഏതാ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ രോഗങ്ങൾ? ഒന്ന് പക, അതേപോലെ വിദ്വേഷം, അസൂയ, കളവ്, കിബർ, മറ്റുള്ള ആളുകളോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം അവിടെ ഉണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സിനെ എത്ര കാലമായി ഖുർആൻ ഓതുന്നു? ജീവിതത്തിൽ എന്തെങ്കിലും പ്രിയമുള്ളവരെ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ പക തീർന്നിട്ടുണ്ടോ? ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പേരിൽ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വെറുപ്പും നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ? ഖുർആനിൽ എത്ര തവണ നമ്മൾ ഓതുന്നുണ്ട്, വലാ യഅതബ ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും മയ്യഅകുല ലഹ്മ അഖീഹി മൈത. നിന്റെ സഹോദരനെ കുറിച്ച് ഗീബത്ത് പറയൽ എന്താണ്? അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉപമിച്ച വാക്കാണെന്ത്? നിന്റെ സഹോദരൻ മയ്യത്തായി കിടക്കെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് തിന്നുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ടും പഠിച്ചിട്ടും നമ്മൾ ഓതിയിട്ടും പ്രിയമുള്ളവരെ ഇപ്പോഴും നമ്മൾ ഗീബത്തും നമീമത്തുമായിട്ട് നടക്കുകയാണെങ്കിൽ ആ ഖുർആൻ കൊണ്ട് എന്തു മാറ്റമാണ് നമ്മുടെ മനസ്സിനുണ്ടായത്? ആ രോഗത്തിന് ശമനം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ രോഗത്തിനുള്ള ശമനമാണ്. അതോതുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാവണം. വിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവുമാണ് വിശുദ്ധ ഖുർആൻ. വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, അതേപോലെ തന്നെ അത് സന്മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ തിന്മകൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മയിലേക്കും ഹറാമിൽ നിന്ന് ഹലാലിലേക്കും വഴി നടക്കാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. ഈ പറയപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ചിന്തിക്കാനുള്ള അവസരമാണ്
പ്രിയമുള്ളവരെ, ഓരോ വർഷത്തെ റമദാനും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തെ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ നമ്മളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും പൂർത്തീകരിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കണം. എന്താ ഖുർആനിനോടുള്ള ബാധ്യത? അല്ലേ, ഒന്നാമത്തെ ബാധ്യത പ്രിയമുള്ളവരെ ഖുർആനത് പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ആ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പാരായണത്തിനു വേണ്ടി കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിൽ, പരിശുദ്ധ റമദാനിൽ 60 തവണ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു. 60 വട്ടം ഖുർആൻ ഓതി തീർക്കുക. അത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ജാമിഅൽ ഹിന്ദിൽ നിന്ന് ഹിഫ്ള് പഠിച്ചിറങ്ങിയ 13 വിദ്യാർത്ഥികൾ, നമ്മൾ ഫഹീം അൽ ഹിക്കമി ഈ വർഷമാണ് ഹിക്കമി ആയത്. 13 ഹാഫിളുകൾ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയുള്ള ഉസ്താദിന് വിശുദ്ധ ഖുർആനിൽ ഒരു തെറ്റ് പോലുമില്ലാതെ, ശരിക്കും ഒരു തെറ്റ് പോലുമില്ലാതെ 13 ഹാഫിളുകൾ ഒരു ദിവസം കൊണ്ട് ഖുർആൻ ഓതി കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് 13 ഹാഫിളുകൾ. അതൊന്നും അസാധ്യമായ കാര്യമൊന്നുമില്ല, ഒരു ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുക എന്നുള്ളതൊന്നും. സ്വഹാബത്ത് 3 ദിവസം കൊണ്ട് ഓതി തീർത്ത സ്വഹാബാക്കളുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 60 തവണയാണ് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവർ ഓതി തീർത്തത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ പഠനമടക്കം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിച്ചു. ഹദീസ് പഠിക്കുന്നത് പോലും മാറ്റിച്ചിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തവരാണ് മുൻഗാമികളായ ആളുകൾ. ഇനി ഒന്നുമാണ്, സാധാരണക്കാരായ ആളുകൾ വരെ അങ്ങനെ പ്ലാൻ ചെയ്ത ചരിത്രമുണ്ട്. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരെ ഈ പറയപ്പെട്ട 11 മാസം ചെയ്തവർ ഓരോ ദിവസവും 100 രൂപ മാറ്റിച്ചു. 100 രൂപ ഭർത്താവും 50 രൂപ ഭാര്യയും മാറ്റിക്കണം. അങ്ങനെ റമദാനാവുമ്പോൾ എന്തെന്നറിയും, അവരവിടെ കുറ്റി പൊട്ടിക്കും. ആ കുറ്റി പൊട്ടിച്ചിട്ട് പിന്നെ റമദാനിന് ഒരു പണിക്കും പോകില്ല. ഇയാൾ സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഭാര്യ ടൈലറിങ്ങാണ് ജോലി. ഭാര്യയ്ക്ക് ടൈലറിങ്ങാണ് ജോലി. ഭാര്യ 50 രൂപ മാറ്റിക്കും, ഭർത്താവ് 100 രൂപ മാറ്റിക്കാണ്. എന്നിട്ട് റമദാനായാൽ പിന്നെ ഓരോലെ ജോലിക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിൽ ഇരിക്കണം അവർ. അല്ലേ, പ്ലാനിങ്ങുകൾ സഹോദരങ്ങളെ നമുക്കും നടത്താം. നമ്മളതിന് കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഖുർആനുമായി നിരന്തരമായി ബന്ധം ഉണ്ടാക്കുക. ആ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പള്ളിയിലെ ഓരോ റാക്കിലുണ്ട്. തൊട്ടടുത്തുള്ള നമ്മുടെ മുന്നിലെ റാക്കിൽ ഖുർആനുണ്ട്. പക്ഷേ ഒഴിവ് കിട്ടിയ സന്ദർഭത്തിൽ പോലും ഒരു പേജ് ഓതാൻ സമയം കിട്ടാത്തവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മളെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. എത്ര കൊല്ലായില്ലേ ഈ ഭൂമിയിൽ സഹോദരങ്ങൾ നമ്മൾ ജീവിക്കണേ? 30, 40, 50, 60 വയസ്സ് നമുക്കുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കാൻ സാധിക്കാത്തവരാണ് നമ്മൾ എങ്കിൽ. വെറും മദ്രസയിൽ നിന്ന് മാത്രം പഠിച്ച ഇന്നാവത്തിനാക്കലും കുലുവല്ലാവും കൊണ്ട് കലാകാലം ജീവിക്കാനാണ് നമ്മുടെ വിചാരം എന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലൊന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ, ലറഅയ്തഹു, നിനക്ക് കാണാമായിരുന്നു, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ടതാ ആ പർവ്വതം പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. പക്ഷേ അള്ളാഹു അത് മനുഷ്യരിലേക്ക് ഇറക്കി വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മനുഷ്യന്മാരതിൻ്റെ ഗൗരവത്തിൽ അതിനെടുക്കണില്ല. ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ആ ഖുർആൻ ഇറക്കിയെന്നുണ്ടെങ്കിൽ
അതിലെ വചനങ്ങൾ കേട്ടു മനസ്സിലാക്കിയിട്ട് ആ പർവ്വതം എന്തെന്നറിയും, ആ പർവ്വതം പേടിച്ച് അതിങ്ങനെ പൊട്ടിപ്പിളരുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് കരയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ആരാന്നുള്ളത് ഖുർആൻ പറയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി വിശ്വാസികളായ ആളുകളുടെ സവിശേഷത പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എന്ന പദവിയിലേക്ക് എത്തണമെങ്കിൽ ഈ വിശേഷണങ്ങൾ നമുക്കുണ്ടായേ പറ്റൂ. നോക്കൂ, ഖുർആൻ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികളെ. അതാ മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഓലെ ഹൃദയങ്ങൾക്ക് പേടി വരും. ഓലെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ച് നടുങ്ങും. അവരെ വിശ്വാസം വർദ്ധിക്കുന്നതാണ്. അത് ഈമാനുള്ള ആളുകളെ ക്വാളിറ്റിയാണ്. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. റസൂലിന് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നതായി നിനക്ക് കാണാം. ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓളെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരും. ഇവിടെ അവർ പ്രാർത്ഥിക്കാനെന്ത്? യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ, രേഖപ്പെടുത്തണേന്ന് മുഅ്മിനുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരിങ്ങനെ കരയുന്നതാണ്. ഈ ഒരു മുഅ്മിൻ എന്ന പദവിയിലേക്ക് എത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വസിക്കാം. എത്ര റീൽസുകൾ കണ്ട് കരയുന്ന ആളുകളില്ലേ? കോമഡികൾ കണ്ട് അത് ആസ്വദിച്ച് ചിരിച്ചു കാണുക കരയും. ചിലപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിലൊരു വചനം കേട്ടിട്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലോണം ആലോചിക്കണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബിയിൽ നിന്ന് കിട്ടിയൊരു അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എനിക്ക് പ്രവാചകനല്ല എന്നോട് പറയാം, ഖുർആൻ ഓതിത്തരാൻ വേണ്ടി പ്രവാചകൻ എന്നോട് ആവശ്യപ്പെടുകയാണ് ഇബ്നു മസ്ഊദിനോട് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുമെന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഞാൻ വേറൊരാളിൽ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേറൊരാൾ ഓതുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്നുള്ള ആയത്തെത്തിയപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആ വചനങ്ങൾ കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകിയെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകരും ആ സ്വഹാബത്തും നെഞ്ചിലേറ്റിയ ഖുർആനല്ലേ പ്രിയപ്പെട്ടവർ നമ്മുടെ കയ്യിലുള്ളത്? അവരിൽ പഠിപ്പിച്ച ആ ഗ്രന്ഥം തന്നെയല്ലേ നമ്മുടെ കയ്യിലുള്ളത്? എന്തേ പ്രിയമുള്ളവർ സത്യം മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും ഭയപ്പെടാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? ഖുർആനിലെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ആ വേദഗ്രന്ഥം കേട്ടിട്ട് അത് പാരായണം ചെയ്തിട്ട് അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ മനുഷ്യരെ? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ആകാശങ്ങൾ തകർന്ന് പൊട്ടിത്താഴ വീഴുമെന്നും കടലുകളതാ തിളച്ചുമറിയുമെന്നും തിരമാലകൾ പർവ്വതങ്ങൾ കണക്കെ ഉയരത്തിലതാ സുനാമി പോലെ അടിച്ചു വീശുമെന്നും
ഗർഭിണികളായ സ്ത്രീകളതാ മാസം തികയാതെ പ്രസവിക്കുമെന്നും മുല കൊടുക്കുന്ന ഏതൊരു മാതാവും അതാ തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധരായിക്കൊണ്ട് ആ ലോകം അവസാനിക്കുമ്പോ തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ വലിച്ചെറിയുമെന്നും ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങൾ മുഴുവൻ പുറത്തേക്ക് തള്ളപ്പെടുമെന്നും പർവ്വതങ്ങളതാ കടഞ്ഞ രോമം പോലെയായി തീരുമെന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല? ഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. നിങ്ങൾക്കതൊന്നും കേട്ടിട്ടൊരു അത്ഭുതമല്ലേ എന്നാണ്? ഒരു അത്ഭുതമല്ലേ? വതദ്ഹഖൂൻ. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചിരിക്കാണോ മനുഷ്യരെന്നാണ്? ഇപ്പോഴും നിങ്ങൾ ചിരിക്കാണോ? ചിരിക്കാൻ തോന്നുകയാണോ? വലാ തബ്കൂൻ. ഒന്ന് കരഞ്ഞുകൂടെ എന്നാണ്. ഒന്ന് അല്ലാഹുവിൻ്റെ ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കരഞ്ഞൂടേന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോന്ന്? ആ ഖുർആനുമായി എത്ര ബന്ധം പുലർത്താൻ നമുക്ക് സാധിച്ചു? നമ്മളെക്കുറിച്ച് ആലോചിക്കാം. ആ ഖുർആനുമായി നിരന്തരമായ ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഈ റമദാനിൽ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഓരോ ജുസുകൾ ഒരു ദിവസം ഓതി തീർത്താൽ നമുക്ക് റമദാൻ 30ഓടുകൂടി 30 ജുസു ഓതി തീർക്കാം. വളരെ സിമ്പിളാണ്. 21 പേജ് എന്തുള്ളൂ? ഒരു ജുസു ഉള്ളൂ. 21 പേജ്. ഓരോ വക്തിനും 5 പേജ് വീതം ഓതിയാൽ പോലും നമുക്കത് തീർക്കാൻ പറ്റും. നല്ല കൃത്യമായ പ്ലാനിങ് നമ്മൾ നടത്തുക. ആ ഖുർആനുമായി നിരന്തരമായ ബന്ധമുണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോകത്തിൻ്റെ തിരുദൂതൻ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ അത്രമാത്രം ഖുർആനിനെ ഏറ്റവും അധികം സ്നേഹിച്ച, ഖുർആൻ ഏറ്റവും നന്നായി നല്ല ട്യൂണിൽ പാരായണം ചെയ്യുന്നൊരു സ്വഹാബിയാണ് അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഹ്മാൻ അവതരിപ്പിച്ചു. ഈ സൂറത്ത് പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ വെച്ച് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരുണ്ട് സ്വഹാബ ഈ സൂറത്ത് ശത്രുക്കൾക്ക് ഓതി കൊടുക്കാനാണ്? പ്രവാചകൻ അത് ചോദിച്ചു തീരേണ്ട താമസം ആ സദസ്സിൽ നിന്ന് ഇബ്നു മസ്ഊദ് എണീറ്റ് ഓടുന്ന ഇബ്നു മസ്ഊദിനെ സ്വഹാബാക്കൾ പിടിച്ചു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയും? അദ്ദേഹം വളരെ മെലിഞ്ഞ മനുഷ്യനാണ്. സ്വഹാബാക്കൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് താങ്കൾ പോകാൻ പറ്റൂല. വളരെ സ്കെൽറ്റായ തീരെ തടിയില്ലാത്ത ഒരു ചെറിയ മനുഷ്യനാണ് അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ ക്ലാസ്സിൽ ഇബ്നു മസ്ഊദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ എന്ത് ചെയ്യാം? എല്ലാവരും ശ്രദ്ധിക്കാം. തന്നെ പിടിച്ചു വെച്ച സ്വഹാബത്തിൻ്റെ കൈ തട്ടി മാറ്റി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ശത്രുവിൻ്റെ നടുവിലേക്ക് ഓടുന്നുണ്ട്. ശത്രുക്കളുടെ നടുവിൽ വെച്ചിട്ട് ഈ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. എണ്ണിയാൽ ഒതുങ്ങാത്ത ചില ആയത്തുകൾ എത്തിയപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ മരക്കഷ്ണം കൊണ്ട് ആദ്യം ഇബ്നു മസ്ഊദിനെ അടിച്ചതാരാന്നറിയോ? അബൂജഹലാണ്. 4 ഭാഗത്തുനിന്നും അടി കിട്ടി. അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു. സങ്കടപ്പെട്ട് സ്വഹാബത്ത് ഇബ്നു മസ്ഊദിനെ എടുത്തുകാണ്ട് പ്രവാചകൻ്റെ മടിയിൽ കിടത്തുന്നുണ്ട്. ബോധം വന്നപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദെ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ? സ്വഹാബാക്കൾ പിടിച്ചു വെച്ചതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ കൊതറി ഓടിയത് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഏതായത്തെത്തിയപ്പോഴാണോ ശത്രുക്കളെന്നെ അടിച്ചത് എനിക്ക് ബോധം പോയത്, അതിൻ്റെ ബാക്കി ഞാൻ ഇനിയും ശത്രുക്കൾക്ക് മുന്നിൽ ഓതിക്കൊടുക്കും. അത്രക്കിഷ്ടാണ് പ്രവാചകരെ അള്ളാഹു നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിനോടും താങ്കളോടുള്ളത്. അത്രക്കിഷ്ടാണ് എനിക്ക്. അദ്ദേഹം പ്രിയമുള്ളവരെ വഫാത്താകാൻ പോകുന്ന സന്ദർഭമുണ്ട്.
ഇബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് പ്രവാചകൻ ചെന്നിട്ട് പറയാണ്, ഇബ്നു മസ്ഊദേ, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് എന്നുള്ള ആയത്തുണ്ടല്ലോ, ആ സൂറത്ത് അത് ഓതിത്തരാൻ അള്ളാൻ്റെ വഹി വന്നിട്ടുണ്ട് താങ്കൾക്ക് ഓതിത്തരണമെന്ന് അള്ളാൻ്റെ വഹി വന്നു. അദ്ദേഹം ആ കിടക്കുന്ന കിടക്കയിൽ നിന്ന് ഇബ്നു മസ്ഊദ് ചോദിക്കണം എന്തറിയും, ആ മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ സമയത്ത് ചോദിക്കുകയാണ്, സമ്മാനി അള്ള എൻ്റെ പേര് പറഞ്ഞോ, ഇബ്നു മസ്ഊദിന് ഓതി കൊടുക്കണം എന്നാണോ അള്ള പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, അതെ, താങ്കൾക്ക് ഓതിത്തരണം എന്നാണ് അള്ള പറഞ്ഞത്. അത് കേട്ടപ്പോൾ പ്രിയമുള്ളവരെ അദ്ദേഹം പൊട്ടിപ്പൊട്ടിക്കരയാണ്. ഫബക്ക എന്നാണ് അദ്ദേഹം പൊട്ടിപ്പൊട്ടിക്കരയാണ്. ഒരായത്ത് റബ്ബെനിക്ക് എന്നോട് എനിക്ക് ഓതിത്തരാൻ അള്ള പറഞ്ഞു എന്നുള്ളത് കേട്ടപ്പോൾ ആ സ്വഹാബി വല്ലാതെ സങ്കടപ്പെട്ട് കരയുക. പ്രിയപ്പെട്ടവരെ, 6000 ചില്ലാനിൽ വരുന്ന ആയത്തുകൾ 114 സൂറത്തുകളിലായി 30 ജുസുകളിലായി വിശാലമായി അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഓതാൻ വേണ്ടി അള്ള കൽപ്പിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം. ഓരോ ആയത്തുകളെക്കുറിച്ചും എവിടെയാണോ അള്ള തിരുത്താൻ വേണ്ടി കൽപ്പിച്ചത്, ഏതൊരു വിഷയത്തിലാണോ എൻ്റെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുള്ളത്, ആ ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ പറ്റണം. കൃത്യമായി നമ്മൾ ചിന്തിക്കാം. ദുനിയാവിൽ സമയമില്ല എന്നുള്ള കാരണമാണ്, സമയം കിട്ടുന്നില്ല എന്ന കാരണമാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ മതി, നമ്മുടെ മൊബൈലിൽ സ്ക്രീൻ ടൈം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി, എത്ര മണിക്കൂറുകൾ നമ്മൾ മൊബൈലിൽ തോണ്ടുന്നുണ്ടെന്നുള്ളത്. എന്ത് ന്യായമാണ് പ്രിയപ്പെട്ടവരെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് പറയാൻ പറ്റുക? മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ യാതൊരു ബന്ധവും പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലാന്ന് നാളെ പരലോകത്ത് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ പറ്റൂല. ഒരായത്ത് കേട്ടപ്പോൾ സങ്കടപ്പെട്ട സ്വഭാവത്തുണ്ട്. ഒരൊറ്റ ആയത്ത് കേട്ടതിൻ്റെ പേരിൽ, ഒരായത്ത് കേട്ടതിൻ്റെ പേരിൽ മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ സ്വഭാവത്തുണ്ട്. ഒരായത്ത് കേട്ടതിൻ്റെ പേരിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നു പോകുന്നു എന്ന് തോന്നുമാറ് ബോധം കെട്ടു പോണു സ്വഹാബത്ത്. ഒരു മാസക്കാലാണ് ഉമർ റളിയല്ലാഹു ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ ഒരു മാസക്കാലം പുറത്തിറങ്ങാതെ വീട്ടിൽ നിന്നു. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി നമ്മൾ ചിന്തിക്കാം. അല്ലേ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫി എന്ന ആയത്ത് അത് പാരായണം ചെയ്ത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഒരു മാസക്കാലം പുറത്തിറങ്ങാതിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കാൻ പ്രിയമുള്ളവർ നമ്മൾ സമയം കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം കണ്ടെത്തുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മഹല്ലിലുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് നമ്മുടെ മഹല്ലിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ സുബഹിക്ക് ശേഷം നടക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളുകൾ പ്രിയമുള്ളവർ ഇതിൽ പങ്കെടുക്കാറുണ്ട്? നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ഖുർആൻ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനുമായി നിരന്തരമായി ബന്ധം പുലർത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ മഹല്ലിൽ എല്ലാ ദിവസവും ഇഫ്താർ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചത് ഒരാളെ നോമ്പ് തുറക്കാൻ നമ്മൾ ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് കിട്ടുന്ന അതേ കൂലി ആ നോമ്പ് തുറപ്പിച്ച ആൾക്ക് കിട്ടും. അല്ലേ, പ്രവാചകൻ പറഞ്ഞു അതിൻ്റെ ഒന്നും കുറയൂല എന്നാണ്. പിന്നെ എന്നെ ഒരാൾ നോമ്പ് തുറപ്പിക്കാൻ വിളിച്ചാൽ എനിക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു കൂലി ഉണ്ടാവുമല്ലോ, ആ കൂലി എനിക്ക് കിട്ടും എന്തായാലും. അതേ കൂലി ആ നോമ്പ് തുറപ്പിക്കാൻ വിളിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും? കിട്ടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ എത്ര ആളുകൾ നോമ്പ് തുറക്കുന്നുണ്ട്? അല്ലേ, ഒരു 100 ആൾ നോമ്പ് തുറക്ക് പങ്കെടുത്താൽ ആ 100 ആൾക്ക് അള്ളാഹു നിശ്ചയിച്ച കൂലി എന്താണോ, ആ നോമ്പിന് കൊടുക്കുന്ന കൂലി എന്താണോ, ആ കൂലി നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഇഫ്താറിൽ എന്ത് ചെയ്യണം? എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ. നമുക്ക് 2 ലക്ഷം രൂപയാണ് നമ്മൾ ഏകദേശം ഒരു മാസത്തെ ചിലവ് കാണുന്നത്.
നോമ്പ് തുറക്കുമ്പോഴുള്ളതും അതേപോലെ അതിന് ശേഷമുള്ള ഫുഡും അല്ലെ ഭക്ഷണമൊക്കെ ആയിട്ട് 2 ലക്ഷം രൂപ നമ്മൾ ഒരു മാസത്തിന് കാണുന്നത്. അപ്പോൾ അത് അല്ലേ കൊടുക്കാൻ എല്ലാവർക്കും ഒരേ രൂപത്തിൽ കഴിയണമെന്നില്ല. 500 കൊടുക്കാൻ പറ്റുന്ന ആൾ 500 കൊടുക്കുക, ഒരാൾക്ക് 1000 കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക, 5000 കൊടുക്കാൻ പറ്റുമോ, 10,000 ആണോ, അവനല്ലേ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുക നമ്മുടെ ഇതിൽ പങ്കാളികൾ. ഒന്നുമില്ല, ഇവിടെ 100 റുപ്യ എന്നെ കൊണ്ട് കഴിയുള്ളൂ, മതി സഹോദരങ്ങളെ അല്ലേ. അയാൾ നോമ്പ് തുറന്ന കൂലി നമുക്ക് കിട്ടും. ആ ഒരു നെയ്യത്തിൽ ഇതുമായിട്ട് സഹകരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തൊരു കാര്യം, ഞായറാഴ്ച നമ്മുടെ ബാംഗ്ലൂർ ഇസ്ലാഹി സെൻറ്ററിൻ്റെ വലിയൊരു നോമ്പ് തുറയാണ്, എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് കേട്ടോ. ഈ ഞായറാഴ്ച ആണ് നമ്മുടെ നോമ്പ് തുറ നടക്കുന്നത്. 2 മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബഹുമാനായ ഷാഹിദ് മുസ്ലിം ഫാറൂഖിയും അതേപോലെ തന്നെ അബ്ദുള്ള ബാസിൽ, നിസാർ സൊലാഹി, പിന്നെ അബ്ദുൽ അഹദ് സലഫി, ഈ 4 ആളുകളുടെ പ്രഭാഷണങ്ങളുണ്ട്. മുഴുവൻ ആളുകളും കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. ശിവാജിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലുണ്ട്, അതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാം. ലൊക്കേഷനൊക്കെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കൂടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാന്നുള്ളതല്ല, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്യണം, കുടുംബസമേതം പങ്കെടുക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ സ്വതക്കകൾ എല്ലാം അള്ളാഹു സ്വാലിഹായൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബാബു റയ്യാനിലൂടെ നോമ്പുകാരെ പ്രത്യേകമായി അല്ല പ്രവേശിപ്പിക്കുന്ന കവാടാണ് സ്വർഗത്തിലെ ബാബു റയ്യാൻ. ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ സാധിക്കാതെ ഒരുപാട് രോഗികൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലിൽ, സമൂഹത്തിൽ ഉണ്ട്. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശർക വൽ മുശ്രികീൻ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.